ഇന്നത്തെ റെസിപ്പി നല്ലൊരു ബീഫ് കുറുമയാണ് കേട്ടോ. അപ്പത്തിൻ്റെയും ബ്രെഡിൻ്റെയും പൊറോട്ടയുടെയും അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ഡിഷാണ്. അപ്പോൾ ഈ റെസിപ്പി നമുക്ക് സിമ്പിളായിട്ട് കുക്കറിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനൊരു വലിയ സവാള ചെറുതായി കനം കുറച്ചരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ബേ ലീഫും 3 പച്ചമുളകും കീറിയത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഒന്നങ്ങോട്ട് കുത്തിയെടുത്തതാണ് കേട്ടോ. അതൊരു ടേബിൾ സ്പൂണും ഒരു തക്കാളി, ചെറിയൊരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതല്ല, അത്യാവശ്യം വലുപ്പമുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടി ഇട്ടപ്പോൾ വീഡിയോ മിസ്സായി പോയതാണ്. പിന്നെ തേങ്ങയുടെ 2 പാലാണ് കേട്ടോ 1 കപ്പ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് തേങ്ങയുടെ ആദ്യത്തെ കട്ടിയുള്ള പാൽ മാറ്റി വെച്ചിട്ട് പിന്നെ രണ്ടാമത് പിഴിഞ്ഞെടുത്തിട്ടുള്ള പാലാണ്. വേറെ വെള്ളമൊന്നും നമ്മളിതിൽ എക്സ്ട്രാ ചേർക്കുന്നില്ല. എന്നിട്ട് കഴുകി എടുത്തിട്ടുണ്ടായിരുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തും തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ട് അതും കുറച്ച് മല്ലിയില ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതങ്ങനെ മൂടി വെച്ചിട്ട് ഒന്ന് നമുക്ക് വിസിലടുപ്പിച്ചെടുക്കാം. ഒരു സമയത്ത് ഒരു 1/4 ടീസ്പൂണും കൂടി ഗരം മസാലപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5-6 വിസിൽ വന്നപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് ഞാനിപ്പോൾ അരച്ചെടുക്കുന്നൊന്നുമില്ല, ഇതിലിട്ടിട്ട് തന്നെ അങ്ങോട്ട് ഉടച്ചെടുക്കണം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലിട്ടിട്ട് തന്നെ അങ്ങോട്ട് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തിരി വെള്ളമുണ്ട്, കുറച്ച് വെള്ളം വറ്റി ഒന്ന് കുറുകി വന്നപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് അരച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പേസ്റ്റാണ് ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ തേങ്ങയുടെ 1 പാൽ 1 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തീ അങ്ങോട്ട് ഓഫ് ചെയ്യുകയാണ്, തിളപ്പിക്കണ്ട. കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി മൂപ്പിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിന് മേലായിട്ടായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കാണാനൊരു ഭംഗിയുണ്ടാവും. നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിങ്ങനെ കടിക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി നല്ല എളുപ്പത്തിലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിലും ഉണ്ടാക്കി എടുത്തിട്ടുള്ളൊരു ബീഫ് കുറുമയാണ്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നമ്മൾ ബ്രെഡ് ആവിയിൽ കയറ്റിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ ആ ബ്രെഡിൻ്റെ കൂടെ ഇത് അടിപൊളി കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ പൊറോട്ട, പത്തിരി, ചപ്പാത്തി എല്ലാത്തിനും കൂടി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കണേ. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബീഫ് കുറുമക്ക്. നമ്മളിതിൽ മസാലപ്പൊടികളായിട്ട് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും നമുക്ക് നാളെ കാണാം.